ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ്. കാരണം ഞാൻ ഇത്രയും വ്യൂസ് ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല. 150K വ്യൂസ് പ്ലസ് 400+ സബ്സ്ക്രൈബേഴ്സ് ആണ് നമുക്ക് ഈ വീഡിയോയിൽ നിന്നും കിട്ടിയത്. ഇതെന്തും മറിമായും എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. അത് ചെറിയൊരു അച്ചീവ്മെന്റ് ഒന്നും അല്ല. അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരുപാട് ആൾക്കാർ കമന്റ് ഇട്ടിട്ടുണ്ട്. സോ അവർക്കെല്ലാവർക്കും എൻ്റെ ഒരു താങ്ക്സ്. ലവ് യു. പിന്നെ കുറച്ച് പേര് എനിക്ക് എതിരായിട്ട് കമന്റ് ഇട്ടിട്ടുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, ഇത് പറഞ്ഞു നടക്കുന്നവരെ ഞങ്ങള് കായികമായും നിയമപരമായും നേരിടും. സോ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ദൃശ്യം 3 ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ആയി തോന്നിയ കാര്യം, ജോർജ് കുട്ടി ഇത്തവണ സ്മാർട്ട് അല്ല, കുറച്ച് സ്കേർഡ് ആണ്. ദൃശ്യം 1-ൽ നമ്മൾ അദ്ദേഹത്തിന്റെ ബ്രില്യൻസ് കണ്ടു, ദൃശ്യം 2-ൽ അദ്ദേഹത്തിന്റെ ഡിഫൻസ് കണ്ടു. പക്ഷേ ദൃശ്യം 3 ട്രെയിലർ ചോദിക്കുന്ന മെയിൻ ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഇറ്റ് കോസ്റ്റ് ഹിം. ദൃശ്യം എന്ന ടൈറ്റിൽ സെയിം സ്റ്റൈലിൽ തന്നെയാണെങ്കിലും പക്ഷേ അതിന്റെ അടിയിൽ ഒരു ലൈൻ ഉണ്ട്, ദ പാസ്റ്റ് നെവർ സ്റ്റേസ് സൈലന്റ്. അത് ഒരു സിംപിളി സ്റ്റൈലിഷ് ടാഗ് ലൈൻ അല്ല. ജോർജ് കുട്ടി എത്ര പെർഫെക്റ്റ് ക്രൈം ചെയ്താലും പാസ്റ്റ് പെർമനന്റ്ലി മൂടി വെക്കാൻ പറ്റില്ല എന്ന് കാണിക്കുന്നുണ്ട്. ദൃശ്യം യൂണിവേഴ്സിൽ ഫസ്റ്റ് ടൈം ജോർജ് കുട്ടി കൺട്രോൾ യൂസ് ചെയ്യുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ആയത്. ഇപ്രാവശ്യം മെയിൻ വില്ലൻ പോലീസ് അല്ല, മീഡിയ ആണ്. ട്രെയിലറിൽ ഒരാൾ പറയുന്നുണ്ട്, സർ ഇപ്പോഴല്ല നമ്മുടെ പ്രസക്തി, മീഡിയ ഇൻവെസ്റ്റിഗേഷനിലൂടെ ജീവൻ വെച്ച് തെളിയിക്കപ്പെട്ട എന്തോരം കേസുകളുണ്ട് സർ. അതിന്റെ മീനിങ് ക്ലിയർ ആണ്. പോലീസിനെ പറ്റിക്കാൻ ജോർജ് കുട്ടിക്ക് പറ്റും, പക്ഷേ മീഡിയ പ്രഷർ, പബ്ലിക് ഒപ്പീനിയൻ, നോൺ സ്റ്റോപ്പ് ഇൻവെസ്റ്റിഗേഷൻ ആണ്. അത് വേറെ ലെവൽ ഡേഞ്ചർ ആണ്. എസ്പെഷ്യലി ഇന്നത്തെ സോഷ്യൽ മീഡിയ കാലത്ത് ഒരു സ്മോൾ ക്ലൂ മതി കേസ് വീണ്ടും വൈറലാവാൻ. സ്റ്റെപ്പ് ഹെഡ് ആയി നിന്ന ജോർജ് കുട്ടി ഇപ്പോൾ ഫുൾ ഫിയറിലാണ്. ഫാമിലി വക്കീൽ തന്നെ പറയുന്നുണ്ട്, ഒരു റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യണം. പോലീസിനും ഈ സൊസൈറ്റിയിലെ നല്ലൊരു ശതമാനം ആളുകൾക്കും ഈ കേസിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നന്നായിട്ട് അറിയാം. അതായത് ഈ കേസ് ഇപ്പോൾ ലോക്കൽ പോലീസിന്റെ കേസല്ല, പബ്ലിക് കേസായി മാറി. യു സീ ഹിസ് ബ്രില്യൻസ്, അതായത് പോലീസ് സ്റ്റേഷനിൽ ബോഡി കുഴിച്ചിട്ടതായിരുന്നു. യു വിറ്റ്നസ്ഡ് ഹിസ് ഡിഫൻസ്, അസ്ഥികൂടം മാറ്റിയതായിരുന്നു അത്. വാട്ട് ഇറ്റ് കോസ്റ്റ് ഹിം. പിന്നെ അവസാനമായിട്ടൊരു കാര്യം പറയാം, ആ വരുൺ എന്തായാലും ചത്തടത്തു നിന്ന് ഇനി പൊങ്ങി വരുമൊന്നുമില്ല. അതൊന്നും കാലത്ത് ആരും നിൽക്കണ്ട. ഒരുപാട് ആൾക്കാർ വായറ്റൂലെ ചില ഞാൻ കാണാത്ത കൂടി ഹിഡൻ ഡീറ്റെയിൽസ് കണ്ടുപിടിച്ച് എനിക്ക് അയച്ചിട്ടുണ്ട്. അത് എല്ലാം കൂടി ചേർത്ത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം. സോ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക. എല്ലാവരെയും ഞാൻ മെൻഷൻ ചെയ്യുന്നതാണ്. நான் என்ன பேச போறேன்னு உங்களுக்கு தெரியுமா? தெரியாது தெரியாது தெரியாதுங்கிட்ட நான் அதுக்கு பேசணும். ஜாஹித்.